അവർക്ക് സ്വാഗതം. ഇന്ന് ഒരു പനീർ മസാലയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ പനീർ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ അളവിൽ കോൺഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ നിറയെ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഈ പനീറിൽ ഈ മസാല നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം. കൈ വെച്ച് ചെയ്താലും മതി. ഇപ്പോൾ ഇതെല്ലാം കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ നിറയെ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓയിലിൽ തന്നെ ചെയ്തെടുത്താലും മതി. ഇപ്പം ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പനീർ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ അതേ സെയിം ഓയിലിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മളിതിന് ചെറിയതായിട്ട് വേണം സവോള അരിയാൻ. പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് മുരിഞ്ഞ് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള നല്ല മുരിഞ്ഞ് വരണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പനീറിൽ ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് സവോള നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കളറിൽ വന്നാൽ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഞാനിവിടെ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ നിറയെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ചൂടുവെള്ളമേ നിങ്ങൾ എടുക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്. ഈ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഞാനിവിടെ മൊത്തം 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വെള്ളമൊക്കെ ഓരോരുത്തരുടെ കറിയുടെ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് പനീറിലൊക്കെ നല്ലതുപോലെ ഗ്രേവി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ
ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കാഷ്യൂ നട്ട് എടുത്ത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ക്രീം ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അത് കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇത്. നമുക്ക് റൈസിനോടും ചപ്പാത്തിയോടും അപ്പത്തിനോടും അങ്ങനെ എന്തിനോടും കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്